പുതിയ കുട്ടി ഫസില, പുതിയ ആളാ? ഇവിടെ കണ്ടിട്ടില്ല ക്ലാസ്സില്. അല്ല അല്ല കണ്ടിട്ടില്ല, പൊതുവെ ക്ലാസ് കാണാറില്ല. ടൈമിൽ ഉണ്ടാവില്ല. മറ്റേ മോർണിംഗ് റെക്കോർഡ് ആണല്ലോ. എങ്ങനെ റെക്കോർഡ് കാണാറാണോ ചോദിക്കുക? അല്ലല്ല, ഞാൻ ഓൺലൈനിൽ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് പതുക്കെ ഇങ്ങനെ തുടങ്ങാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടിട്ടിവിടെ നമുക്കിത് അങ്ങോട്ട് വേഗം തീർക്കാം. ഇത് നമ്മളെടുത്തി PYQ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ആർക്കും ഓർമ്മയുണ്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എത്തി എന്നുള്ളത്? എവിടെ? നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ എത്തി? 34. പെട്ടെന്ന് ക്ലാസ് ഒക്കെ ഉണ്ടാവും. കുറച്ച് നേരത്തെ പറയണേ. ചിലപ്പോ നമ്മള് ഈ മരുന്നിന്റെ നേരത്തൊക്കെ നമ്മള് വാട്സപ്പ് നോക്കിന്ന് വരുമല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ എന്താ പറയുക, എനിക്ക് 7 to 8 വേറെ സെഷൻ, നെറ്റ് ക്ലാസ്സിന് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇല്ലയെന്ന് പറഞ്ഞു. ഒരു ഓറിയൻറ്റേഷൻ വെക്കുന്നുണ്ട് നമ്മൾ നെറ്റിൻ്റെ. അപ്പോൾ അത് ഇല്ലയെന്ന് വിളിച്ച് പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതേ പിന്നെ ഞങ്ങൾക്ക് 7 to 8 ആക്കിയത്. മറ്റേന്ന് 8 o'clock മുതൽ 8 മുതൽ ഇന്ന് HSA ബാച്ചിന് പുതിയൊരു ഇത് കൊടുക്കുന്നുണ്ട്, മേക്കിംഗ് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുന്ന ക്ലാസ്സിന്. അപ്പോൾ അതിലിപ്പം കുറച്ച് ലേറ്റ് ആവും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് അപ്പോൾ ലേറ്റ് ആവേണ്ട വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പ്രീപോണ്ട് ചെയ്തേനെ 7 മണിക്ക്. പത്തറ്റിക് ഡിസ്കസ് ചെയ്തു. ബസാനിയോ ആൻഡ് പോഷിയോ അല്ലേ ഇവിടെ മെത്തുള്ളത്? ബസാനിയോ പോഷിയോ അതും കഴിഞ്ഞല്ലോ. റിഫോർമേഷൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തായാലും റിഫോർമേഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ദ റിഫോർമേഷൻ വാസ് ലെഡ് ബൈ, ആ റിഫോർമേഷൻ ആരാണ് ലീഡ് ചെയ്ത്? ആരായിരുന്നു? മാർട്ടിൻ ലൂതർ ഉണ്ട്, വില്യം ഹാർവേ ഉണ്ട്, ഒലിവർ ക്രോംവെൽ ഉണ്ട്, നിക്കോളാസ് കോപ്പർനിക്കസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന് മാർട്ടിൻ ലൂതറും ഒന്ന് ഒലിവർ ക്രോംവെല്ലും. ഒലിവർ ക്രോംവെൽ കൊടുക്കാനുള്ള കാരണം എന്താ പറയുക? ബിക്കോസ് ഹീസ് എന്തായിരുന്നു, ഈസ് എ ലീഡർ ഇൻ നോട്ട് ദിസ് റിഫോർമേഷൻ. അതായത് വാർ റിഫോർമേഷനിൽ ലീഡർ ആയിരുന്നു ആര്? നമ്മുടെ ഒലിവർ ക്രോംവെൽ. അതായത് റിസ്റ്റോറേഷൻ പീരീഡിലെ ഒരാളായിരുന്നു. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ആൻസർ, ഇസ് ഓപ്ഷൻ, ഹൂ ഇസ് ദ കറക്റ്റ് ആൻസർ? വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ? A or C? എന്തായാലും ഡിയും ഡിയും അല്ല, മാർട്ടിൻ ലൂതറാണ് കേട്ടോ ഇവിടെ ഈ റിഫോർമേഷൻ എന്ന് പറഞ്ഞ സാധനം ലീഡ് ചെയ്ത. റിഫോർമേഷൻ ഓർ പ്രൊട്ടസ്റ്റൻറ്റ് റിഫോർമേഷൻ. The English Reformation took place in 16th century England when the Church of England broke away from the authority of the Pope and the Catholic Church. അതായത് ആ സമയത്ത് 2 സംഭവം ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റാൻറ്റിസം പിന്നെ ആംഗ്ലിക്കനിസം. ആംഗ്ലിക്കനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പിന് അവരുടെ ആരാണ് അവരുടെ മെയിൻ ആൾ? പോപ്പാണ്, അല്ലെങ്കിൽ കത്തോലിക് ചർച്ച് എന്ന് പറയും. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ഇവരൊന്നും മാറി നിന്നിട്ട് പ്രൊട്ടസ്റ്റാൻറ്റിസം എന്ന് പറഞ്ഞാൽ ദ പ്രൊട്ടസ്റ്റൻസ് ദേ കംസ് അണ്ടർ കിങ്, അതായത് കിങ്ങിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് പ്രൊട്ടസ്റ്റാൻറ്റിസം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, അങ്ങനെയുള്ളൊരു 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ദീസ് ഇവൻറ്റ്സ് വെർ പാർട്ട് ഓഫ് ദ വൈഡർ യൂറോപ്യൻ റിഫോർമേഷൻ, എ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ദാറ്റ് affected the practice of Christianity in Western and Central Europe. It was led by Martin Luther. Okay. അടുത്ത ക്വസ്റ്റ്യന്, ദ റഫ് ബീസ് സ്ലൗച്ചസ് ടുവേർഡ്സ് ബത്ലഹേം ഇൻ. ഏത് വർക്കിൽ ഏത് പോലത്തെ ഇതാണിത്? ദ റഫ് ബീസ് സ്ലൗച്ചസ് ടുവേർഡ്സ് ബത്ലഹേം ഏതിലാ? സെക്കൻഡോ? സെക്കൻഡ് കമ്മിങ് ആണോ? യെസ്, WB Yeatsന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് വൺ ദ വിഡോവർ. അതാണ് വിഡോവർ. ആർതാ? വിൻഡോവർ അല്ല, വിഡോവറാണ്. ജെറാൾഡ് മാൻലി ഹോപ്കിൻസിൻ്റെ വർക്കാണ്. സ്പ്രങ് റിതം ഉപയോഗിച്ച വർക്കാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ദ റെക്ക് ഓഫ് ദി
ഡെസ്ലാൻഡ്. ജെറാൾഡ് മാലി ഹോപ്കിൻസിൻ്റെ വർക്ക് തന്നെയാണ്. മോർണിംഗ് ബിക്കം ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യട്ടെ. I'm so sorry. Actually, I didn't see your message. Just now I have seen. So, actually, her exams are going on. Tomorrow is English. So, are you able to take now, like at 7:15 or 7:30? Can you please give her some ideas about the examination, the question paper, previous question paper discussion? Can you do that today? Is that possible? ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞല്ലോ, മോർണിംഗ് ബിക്കംസ് ഇലക്ട്ര യുജീൻ ഓലിൻ്റെ വർക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ഐഡിയ ഓഫ് കേർണൽ സെൻറ്റൻസസ് വാസ് പോസിറ്റഡ് ബൈ. ദ ഐഡിയ ഓഫ് കേർണൽ സെൻറ്റൻസസ് വാസ് പോസിറ്റഡ് ബൈ. എന്താണ് കേർണൽ സെൻറ്റൻസ്? ആരാണ് ഈ സാധനം ഇതേയാൾ? സെലിക് ഹാരിസ് ആണോ, അത് സൊഷൂർ ആണോ, പാമർ ആണോ, ഗ്ലേസർ ആണോ? സൊഷൂർ അല്ല. കേർണൽ സെൻറ്റൻസ് ഇത് ആരാണ്? ഇറ്റ് വാസ് Kernel sentences are the concept of the kernel sentences was introduced by in linguist Zelig Harris. Zelig S. Harris ആണ് അയാളുടെ ഫുൾ പേര്. A simple active declarative sentence containing no modifiers or connectives that may be used in making more elaborate sentences. The sentence good, test are short is made from two kernel sentences. Test are short, the tests are good. അപ്പോൾ കേർണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എലാബറേറ്റീവ് സെൻറ്റൻസുകളായിരിക്കും. ആ എലാബറേറ്റീവ് സെൻറ്റൻസുകളെ ഒന്ന് ചുരുക്കിയിട്ട് പറയുന്ന സെൻറ്റൻസുകളാണെന്ന് വിളിക്കുമ്പോൾ ടു കേർണൽ സെൻറ്റൻസുകൾ വിളിക്കും കേട്ടോ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ഗുഡ് ടെസ്റ്റ് ആർ ഷോർട്ട് എന്നർത്ഥം എന്താ? ഏറ്റവും നല്ല ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ടായിരിക്കും. വളരെ കുറഞ്ഞ ഏതാ ടെസ്റ്റുകൾ എന്ത്? ഷോർട്ട്. അപ്പോൾ അതിന് താഴെ രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ആർ ഷോർട്ട്, ടെസ്റ്റ് ആർ ഗുഡ്. ടെസ്റ്റ് ആർ ഷോർട്ട്, ടെസ്റ്റ് ആർ ഗുഡ്. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും? ഗുഡ് ടെസ്റ്റ് ആർ ഷോർട്ട് എന്നുള്ള ആ ഒരു ടേമിലേക്കാണ് ഈ സാധനം വരിക. ഓക്കെ, ഒരാളാരാണ്? സെലിക് ഹാരിസ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റിന് ഒരു രണ്ട് പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ഈ സെയിം ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്, മറന്നു പോകണ്ട. അടുത്തത്, ടു വിച്ച് മോഡ് ഓഫ് ക്രിറ്റിസിസം ഡു എലൻ മോർസ് ആൻഡ് എലൻ ഷോവാൾട്ടർ ബിലോങ്? എലൻ മോറിസും എലൻ ഷോവാൾട്ടർക്ക് ഏത് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ആൾക്കാരാണ്? ആൻഡ്രോ ക്രിട്ടിക്കൽ സ്കൂൾ, ഗൈനോ ക്രിറ്റിസിസം, ഡീകൺസ്ട്രക്ഷൻ, ക്ലാസിസം. ഗൈനോ ക്രിറ്റിസിസം അല്ലേ? ഇത് മറ്റേ ഇതിൽ വരുന്നൊരു വർക്കാണ്. ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയിന്റിൽ വരുന്ന ഒരു ടേമാണ് ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു ടേം, മറന്നുകൊണ്ട. അടുത്തതാ, ഇൻ ദ റൂം മാക്ഫ്ലക്നോ അപ്പിയേഴ്സ് ഫോർ എ. മാക്ഫ്ലക്നോ എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. ആരുടെ വർക്കാ മാക്ഫ്ലക്നോ? ജോൺ ഡ്രൈഡൻ്റെ വർക്കാണ് മാക്ഫ്ലക്നോ അല്ലേ? അതിലെന്താണ്? തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഫെലോ പോയിറ്റിനെ കളിയാക്കിയിട്ട് ഇതൊരു മോക്ക് ഹീറോയ്ക്ക് എപ്പിക്കാണ് എന്താ ഈ മാക്ഫ്ലക്നോ എന്ന് പറയുന്ന വർക്ക് കേട്ടോ. ഹി വാസ് മോക്കിംഗ് ഹി വാസ് സറ്റാരിക്കലി സെയിങ് മാക്ഫ്ലക്നോ. വാട്ട്സ് മാക്ഫ്ലക്നോ? മാക്ഫ്ലക്നോ എന്ന് പറഞ്ഞാൽ ഒരു അന്തം കഥ ഒരു പോയറ്റാണ്. അപ്പോൾ തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫെലോ അല്ലെങ്കിൽ കണ്ടംപററി പോയറ്റായ ആളെ കളിയായിക്കൂടി ചെയ്തൊരു വർക്കാണ് മോക്ക് ഹീറോയിക് എപ്പിക്കാണ്. ഇറ്റ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് മോക്ക് ഹീറോയിക് എപ്പിക്. നോട്ട് ഇതൊക്കെ പറയുമ്പോൾ സാധനം നോട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഹി വാസ് സറ്റാരിങ് ഹൂം? തോമസ് ഷാഡ്വെൽ, ഹിസ് കണ്ടംപററി പോയറ്റ്. ഇതിൽ ഏതിലാണ് മാക്ഫ്ലക്നോ ആദ്യമായിട്ട് പോയത് അപ്പിയർ ചെയ്യുന്നത്? അപ്പിയേഴ്സ് ഫോർ എ കൊറോണേഷൻ ആണോ, ക്രിസ്ത്യനിങ് ആണോ, ഇൻഡക്ഷൻ ആണോ, അസെൻഷൻ ആണോ? കൊറോണേഷൻ അല്ലേ? കൊറോണേഷൻ എന്താ? ഒരു നമ്മൾ ഇത് പറയല്ലോ, നമ്മൾ ഈ ഇതാണ് എന്താ പറയാൻ, അതെന്താ പറയുക, നമ്മൾ ഈ രാജ്യഭരണം ഏറ്റെടുക്കൂലേ, അതെന്ന് പറയാനാണ് പേരാണ് കൊറോണേഷൻ. മാക്ഫ്ലക്നോ, ജോൺ ഡ്രൈഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കൺസിഡേർഡ് ദ പോയറ്റ്സ് പോയറ്റ്? ഓർമ്മ ഉണ്ടോ ഞങ്ങൾക്ക് പറഞ്ഞത്? ആ ഫാദേഴ്സിനെ പറഞ്ഞ സമയത്ത് ആരാ? സ്പെൻസർ ആണ് വിളിച്ചത്. ആരാ പോയറ്റ്സ് പോയിട്ടെന്ന്? ആരാ? നിങ്ങൾക്ക് ആ പോയിന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെൻസർ പോയറ്റ്സ് പോയിട്ട് വിളിച്ചത് ആരാണ്? ആരാ? ഓർത്ത് നോക്കി. ഓർമ്മയില്ല ആർക്കും?
ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ആരാ സ്പെൻസറെ പോയിറ്റ്സ് പോയിന്റ് വിളിച്ചത്? ഡ്രൈഡനാണ് കേട്ടോ, മറന്നു പോകണ്ട. അടുത്തത്, ദ വിക്ടോറിയൻ ഏജ് റെഫേഴ്സ് ദൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം ഇൻ ദി. വിക്ടോറിയൻ പീരീഡ് എന്നുള്ളത് എന്താണ്? ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ളതാണ്. അത് ഏത് സെഞ്ചുറി വരെയാണ് ആ സാധനം നീണ്ടുന്നുള്ളത്? 1800-കളിലാണ് ഈ സാധനം തുടങ്ങുന്നത്. അപ്പോൾ ഏത് കയറാം? ദ വിക്ടോറിയൻ ഏജ് റെഫേഴ്സ് ടു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം ഇൻ ദി. ഏതിലാ? 19th സെഞ്ചുറി അല്ലേ? 1832 എന്ന് പറയുമ്പോൾ സെഞ്ചുറി ഏതാ? ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് 19th സെഞ്ചുറി ആണ് കേട്ടോ. 1832 എന്ന് പറയുമ്പോൾ സെഞ്ചുറി 19th സെഞ്ചുറിയാണ്. 1790 എന്ന് പറയുമ്പോൾ 18th സെഞ്ചുറിയാണ്. 1700 എന്ന് പറയുമ്പോൾ 1600 എന്ന് പറയുമ്പോൾ 17th സെഞ്ചുറിയാണ് കേട്ടോ. അത് മറന്നു പോകണ്ട. സാർ പിന്നെ പോയിറ്റ്സ് എന്ന് സ്പെൻസറിനെ വിളിച്ച ചാൾസ് ലാംബ് അല്ലേ? അല്ലല്ലോ. അന്ന് പക്ഷെ സാറ് തന്നെ ഇതിനകത്ത് അങ്ങനെയാണ്. ചാൾസ് ലാംബാ? അന്ന് സാറ് കുറെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോർട്രൈറ്റ് എന്നൊക്കെ അത് പറഞ്ഞ് ചാൾസ് ലാംബാ കൊടുത്തുള്ളത്. ചാൾസ് ലാംബ കൊടുത്തേക്കുന്നേ. ചാൾസ് ലാംബ് അല്ലല്ലോ പോയിറ്റ് വിളിച്ചത് സ്പെൻസറിനെ. ഡ്രൈഡനാണല്ലോ. ഞാൻ നോക്കട്ടെ കേട്ടോ, ഒന്ന് കൺഫേം ആയിട്ട് ഞാൻ പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തെ സ്പെൻസറെ വിളിച്ചത് നമ്മുടെ ഇയാളാണ് വിളിച്ചിട്ടുണ്ടായത്. ഇനി ഒന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ അപ്പോൾ പറയാം. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോവൽ ഒരു സങ്കീർത്തനം പോലെ ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ്. പെരുമ്പാടവൻ ശ്രീധരൻപിള്ളയുടെ ഒരു വർക്കാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ വർക്ക്. ഇത് ടോൾസ്റ്റോയ് അല്ല. ടോൾസ്റ്റോയ്, ദൊസ്തോയെവ്സ്കി, ഗോർക്കി, ടർജനോവ്. ആരാ? ദൊസ്തോയെവ്സ്കിയാണ് കേട്ടോ. ദൊസ്തോയെവ്സ്കിയുടെ ലൈഫിനെ ബേസ് ചെയ്ത് എഴുതിയ വർക്കാണ് ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പാടവൻ ശ്രീധരൻപിള്ളയുടെ ഒരു വർക്കാണത്. അടുത്തത്, എ പയനീർ ഓഫ് എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്. ഞാൻ എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമയുടെ മെയിൻ ആളാരാ? മെയിൻ ആള്? പയനീർ ഓഫ് എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ ആരാണ് എൻ്റെ ആള്? ഒരു ഗസ്സങ്ങ് നടത്തി നിങ്ങൾ. യുജീൻ ഓ നീൽ കേട്ടോ, അല്ല യുജീൻ ഓ നീൽ അല്ല, യുജീൻ ഓ നീലാണ്. എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമയുടെ മെയിൻ ആളാരാണ്? യുജീൻ ഓ നീലാണ്. വാട്ട് എക്സ്പ്രഷനിസം? Expressionism was a movement in drama and theatre that principally developed in Germany in the early decades of the 20th century. 20th century. It was then popularized in the United States, Spain, China and the UK and all around the world. ഈ സാധനം വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷനിസം അതിൻ്റെ മെയിൻ സംഭവം എന്താ? സിമിലർ ടു ദ ബ്രോഡർ മൂവ്മെൻറ്റ് ഓഫ് എക്സ്പ്രഷനിസം ഇൻ ദ ആർട്സ്, എക്സ്പ്രഷനിസ്റ്റ് തിയേറ്റർ യൂട്ടിലൈസ് തിയേറ്ററിക്കൽ എലമെൻറ്റ്സ് ആൻഡ് സീനറി വിത്ത് എക്സാജറേഷൻ ആൻഡ് ഡിസ്റ്റോഷൻ ടു ഡെലിവർ സ്ട്രോങ് ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ് ടു ഓഡിയൻസ്. അതായത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര എക്സ്പ്രസീവാണ് ആൾക്കാർ. ഇവരുടെ എല്ലാ വർക്കുകളും എന്തെങ്കിലും ഭയങ്കര എക്സ്പ്രസീവ്, ഭയങ്കര എക്സാജറേറ്റഡ് വർക്കുകളായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റ് കേട്ടോ. അതിൻ്റെ ആൾക്കാരൊക്കെയാണ് ജോർജ് കൈസർ, ഏണസ്റ്റ് ടോളർ, വാൾട്ടർ ഹസൻ ക്ലെവർ, ആർണോൾഡ് ബ്രോണ്ണൻ, യുജീൻ ഓലി. യുജീൻ ഓലിൻ്റെ വർക്ക് മാത്രമേ നമുക്ക് അറിയുന്ന വർക്കുള്ളൂ ഈ എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ദൈ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ സെഡ്. എന്താ? ദൈ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. ഹു സെഡ് ദിസ് വേർഡ്? ഒരു വർക്കിലൊരു ലൈനാണ്. തോമസ് ബെക്കറ്റ്, വാൾട്ടർ അലെ, ഫിലിപ്പ് സിഡ്നി, ഹെൻറി വോട്ടൺ. ആരുടെ വർക്കിലെ ലൈനത്? സിഡ്നിയുടെ വർക്കിലെ ലൈനാണ് കേട്ടോ. ഫിലിപ്പ് സിഡ്നിയുടെ വർക്കിലെ ലൈനാണ്. വർക്കിലല്ല, ഒരു ടെക്സ്റ്റ് വന്ന ഒരു ലൈനാണത്. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്. സിമ്പിളാണ്. എന്താ? ഏത് വർക്കിലാണ് ഈ 3 ലൈന്? അത് വന്നില്ല, ഒന്നും സംഭവിച്ചില്ല, ഒന്നും പോയില്ല. എന്താണ്? വെയിറ്റിംഗ് ഫോർ ഗോദോ. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കും. വെയിറ്റിംഗ് ഫോർ ആരുടെ വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അബ്സേർഡിസ്റ്റ് ഡ്രാമ അല്ലേ? ഒരു അബ്സേർഡിസ്റ്റ് ഡ്രാമയുടെ ഒരു എക്സാമ്പിളാണ് എന്ത്? വെയിറ്റിംഗ് ഫോർ ഗോദോ. വെയിറ്റിംഗ് ഫോർ ഗോദോ ഏത് വർഷം ഏതായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? വെയിറ്റിംഗ് ഫോർ ഗോദോ വർഷം നാളെ കണ്ടെത്തിയിട്ട് വരാം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, അവിടെ കണ്ടെത്താൻ വന്നത്.
പിന്നെ അത് ഇത് ലാംഗ്വേജ് ഏതാ? ആദ്യം ലാംഗ്വേജ് ഏതാ? കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടിട്ട് ക്വസ്റ്റ്യനാ. ഏത് ലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്? ഇൻ വിച്ച് ലാംഗ്വേജ് ദ വെയിറ്റിംഗ് ഫോർ ഗോലു ഹാസ് ഒറിജിനലി റിട്ടേൺ? ഏത് ലാംഗ്വേജിലായി വർക്കാതിൽ എഴുതുന്നത്? വേഗം പറയാം, ആലോചിച്ച് പറയാൻ സമയമില്ല നമുക്ക്, ആലോചിച്ചിരിക്കാൻ സമയമില്ല. വേഗം പറയും മക്കളെ, എങ്ങെന്താണ് ഇങ്ങനെ മാപ്പ് നോക്കിയിരിക്കുന്നത്? ഓർമ്മയില്ല. ഫ്രഞ്ച് ലാംഗ്വേജിലാണ് കേട്ടോ. ഹി റോട്ട് ദ വെയിറ്റിംഗ് ഫോർ ഗോദോ ഇൻ ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ആൾ ഈ വർക്ക് ആദ്യമായിട്ട് എഴുതുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈഡേഴ്സ് ചൂസിയുടെ വർക്കാ. റൈഡേഴ്സ് ചൂസി ജെയിം സിഞ്ചാണ് കേട്ടോ. ജെയിം സിഞ്ചിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചതാരാ? ആ ഐലൻഡിലേക്ക് പറഞ്ഞു വെച്ചതാരാ? WB ഈറ്റ്സ് ആണ് ഈ റൈഡേഴ്സ് ചൂസി എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിൻ്റെ പേരും കറക്റ്റും ഓർമ്മ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഐലൻഡിലേക്ക് പറഞ്ഞു വെച്ചതാരാണ്? ജെയിം സിഞ്ച് എന്ന് പറയുന്ന ഒരു ജെയിം സിഞ്ചിനെ പറഞ്ഞു വെച്ചതാരാണ്? WB ഈറ്റ്സ് ആണ് അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. ദെൻ കാറ്റ് ഓൺ ഹോട്ട് ടിൻ റൂഫ് ടെന്നീസ് വില്യംസിൻ്റെ ഒരു വർക്കാണ് കേട്ടോ. ടെന്നീസ് വില്യംസിൻ്റെ വർക്കാണ് കാറ്റ് ഓൺ എ ഹോട്ട് ടിൻ റൂഫ്. അടുത്തത്, ദ പോയം ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഈസ് അഡ്രസ് ടു. ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആരുടെ വർക്കാ? ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആരുടെ വർക്കാ? ആരുടെ വർക്കാടോ? അതല്ല, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആരുടെ വർക്കാണ്? ഇത് എഴുതിയ ആളാരാ? ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആര്? വാൾട്ട് വിറ്റ്മാൻ. വാൾട്ട് വിറ്റ്മാൻ്റെ വർക്കാണ് കേട്ടോ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഇൻ ദിസ് പോയം ഹി അഡ്രസ്ഡ് ഹൂം? ആരാ അഡ്രസ്സ് ചെയ്യുന്നത്? ഈ ക്യാപ്റ്റൻ പറഞ്ഞ ആരാ? ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഈ ക്യാപ്റ്റൻ്റെ ആരാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആരാ? എബ്രഹാം ലിങ്കൺ ആണ് കേട്ടോ. ബൈ വാൾട്ട് വിറ്റ്മാൻ ആണ് ഈ പോയം എഴുതിയത്, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. അടുത്തത്, ദ ആൻറ്റോണിം ഓഫ് കാക്കോഫോണി. വാട്ട്സ് ആൻറ്റോണിം? എന്താ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ആൻറ്റോണിം? ഓപ്പോസിറ്റ് വേർഡ്. സിനോണിം ആണെങ്കിലോ? സെയിം വേർഡ് ഡിഫറെൻറ്റ് മീനിങ്. സോറി, ഡിഫറെൻറ്റ് വേർഡ് സെയിം മീനിങ്. ഏതാ? യൂഫോണിയാണ് കാക്കോഫോണിയുടെ ഇത് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അറിയുന്നതാണെങ്കിൽ കുത്ത, അറിയാത്തതാണ് ഒഴിവാക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും റിപ്പീറ്റ് ചോദിക്കാറില്ല. അതിങ്ങനെ മാറ്റി മാറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ. അപ്പോൾ അത് അറിയുന്നതാണെങ്കിൽ കുത്ത, അറിയാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വിട്ട് കളയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഈസ് എ സബ് സ്കില്ല്, പ്രൊഡക്റ്റീവ് സ്കില്ല്, റിസെപ്റ്റീവ് സ്കില്ല്, പാസീവ് സ്കില്ല്. ഏതാ? റൈറ്റിംഗ് എന്ത് സ്കില്ലായിട്ടാണ് ഇത് വരുന്നത്? റൈറ്റിംഗ് പ്രൊഡക്റ്റീവ് സ്കില്ലാണോ, റിസെപ്റ്റീവ് സ്കില്ലാണോ, പാസീവ് സ്കില്ലാണോ, സബ് സ്കില്ലാണോ? പ്രൊഡക്റ്റീവ് സ്കില്ലാണ് അല്ലേ? കാരണം എന്താണ്? റിസെപ്റ്റീവ് സ്കില്ലല്ല, പ്രൊഡക്റ്റീവ് സ്കില്ലാണ് റൈറ്റിംഗ്. ഇനി എന്തൊക്കെയാണ് റിസെപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്? റിസെപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താ? റീഡിങ് ആൻഡ് ലിസണിങ് ഇൻവോൾവ്സ് റിസീവിങ് ഇൻഫർമേഷൻ അല്ലേ? നമ്മൾ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ അതിനെ വിളിക്കുന്ന പേര് റിസെപ്റ്റീവ് സ്കിൽസ് അല്ലേ? നമ്മൾ റിസെപ്റ്ററാണ് നമ്മൾ. ഇൻഫർമേഷൻ ആൻഡ് സോ ദേ ആർ കോൾഡ് ദ റിസെപ്റ്റീവ് സ്കിൽസ്. റീഡിങ്ങും ലിസണിങ്ങും ഓർത്ത് വെച്ചോ, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കും അതിന് മറിച്ച് ചോദിക്കാറ്. റീഡിങ്ങും ലിസണിങ്ങും എന്ത് സ്കിൽസാണ്? റിസെപ്റ്റീവ് സ്കിൽസാണ് അല്ലേ? അറ്റ് ദ സെയിം ടൈം റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, അവിടെ എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? റൈറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ നമ്മൾ സ്പീക്കിംഗ് എന്ത് ചെയ്യണം? നമ്മൾ കയ്യിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ദാറ്റ്സ് മീനിങ് ഓഫ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ആസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൊഡക്റ്റീവ് സ്കിൽസ് ആണ് കേട്ടോ, മറന്നു പോകരുത്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ നോൺ ആസ് ദ പ്രൊഡക്റ്റീവ് സ്കിൽസ് ബിക്കോസ് ദേ ഇൻവോൾവ് producing words, phrases, sentences and paragraphs. The receptive skills are listening and reading because learners do not need to produce language to do this. They receive and understand. Okay. Productive skills ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. This is called also active skill വിളിക്കുന്നുണ്ട്. It is called active skill. മറ്റേതാണ് പാസീവ് സ്കില്ലാണ് കേട്ടോ, മറന്നു പോരെ. ഓൾസോ നോൺ ആസ് ആക്റ്റീവ് സ്കില്ല്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സോർട്ട് ഓഫ് റീഡിങ് ഡു യൂസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഓൺ TV ടുഡേ? നമ്മൾ രാവിലെ പത്രം നോക്കുമല്ലോ, പത്രം നോക്കുമ്പോൾ അതിലുണ്ടാവും ഇന്ന സിനിമകളൊക്കെ ഒന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. അത് എന്ത് ടൈപ്പ് റീഡിംഗ് ആണ്? സ്കാനിങ് ആണോ, സ്കിമ്മിങ് ആണോ, ഇൻറ്റൻസീവ് ആണോ, എക്സ്റ്റെൻസീവ് ആണോ?
സ്കിമ്മിങ്. സ്കാനിങ് ആണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ശരി കൊടുത്തില്ല സ്കാനിങ്ങും സ്കിമ്മിങ്ങും. സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യ സ്ഥാനത്ത് മാത്രം സ്കാൻ ചെയ്യുക, അതാണ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സ്കാനിങ്, സ്കിമ്മിങ്, അതുപോലെ ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ് അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു മറ്റേ നമ്മളെടുത്ത സമയത്ത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് നമുക്ക് പറഞ്ഞിട്ടില്ല, അതിലുണ്ടായതുള്ളത് ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. സ്കിമ്മിങ് എന്താ, സ്കാനിങ് എന്താ, ഇൻറ്റൻസീവ് റീഡിങ് എന്താ, എക്സ്റ്റൻസീവ് റീഡിങ് എന്താ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് റീഡിങ്ങുകൾ വരും നമുക്ക്. പറഞ്ഞു തന്നോ ഇല്ലേ പറയും, അങ്ങനെ അടുത്ത വർഷം പറഞ്ഞു വെച്ചിട്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നു എന്നാണ് ഇല്ല എന്നാണ് അല്ലേ. ഓക്കെ ആ ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യന്, എ ചൈൽഡ്സ് ഇൻകറക്റ്റ് അട്രൻസസ് കൺഫേം ദാറ്റ് ദ ചൈൽഡ് ഈസ്. ബാങ്ക് കഴിയട്ടെ, ബാങ്ക് കൊണ്ടു കേട്ടോ. ഒറ്റ മിനിറ്റ്, ഇപ്പോൾ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിന്, എ ചൈൽഡ്സ് ഇൻകറക്റ്റ് അട്രൻസസ് കൺഫേം ദാറ്റ് ദ ചൈൽഡ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡാഷ് ലാംഗ്വേജ്, അക്വയറിങ്, ലേണിംഗ്, കോംപ്രഹെൻഡിങ്, മെമ്മറൈസിങ്. ഏതാ? അക്വയറിങ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് അപ്രോച്ച് ഈസ് geared towards the learners whose main goal is to use English to communicate in the real world. അതായത് നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്രോച്ച് ഏതാണ്? സ്ട്രക്ചറൽ അപ്രോച്ചാണോ, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണോ, നാച്ചുറൽ അപ്രോച്ചാണോ, സെസ്റ്റോപീഡിയാണോ? ഏതാ അപ്രോച്ചാണ്? ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്രാവശ്യം HSI ഇംഗ്ലീഷിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ.
ഏത് അപ്രോച്ചാണ് നമ്മൾ കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്രോച്ച്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് അല്ലേ? അതിൽ ഓപ്ഷൻസ് ഒന്നും പറയാനില്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഒരു മൈൻഡ് വെച്ചിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസാണ്. സിമ്പിളാണ് അതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ഹൂ ലേൺ ബെസ്റ്റ് ത്രൂ ഫിസിക്കൽ റെസ്പോൺസ് ആൻഡ് ഹാവ് ഡിഫിക്കൽട്ടി സിറ്റിംഗ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആർ. അതായത് കുട്ടികൾക്ക് എന്താ പറ്റില്ല, കൂടുതൽ സമയം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കിനസ്തെറ്റിക് ലേണേഴ്സ് ഒരു കൈനസ്തെറ്റിക് ലേണേഴ്സ് അല്ലേ, അവർക്ക് എന്ത് അടങ്ങിയിരിക്കാൻ പറ്റും. അവർക്ക് എന്താണ് അപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് പറ്റുന്ന സിസ്റ്റം എന്താണ്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവർക്ക് പറ്റുന്നത് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. കിനസ്തെറ്റിക് ലേണിംഗ് പഠിച്ചിട്ടുണ്ട്, വിഷ്വൽ ലേണിംഗ് പഠിച്ചിട്ടുണ്ട്, വാക്മൂള പഠിച്ചാൽ നമ്മളെ ഇനി പറയണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിറ്ററി ലേണിംഗ് പഠിച്ചാണ്, സെൻസറി ലേണിംഗ്സ് പഠിച്ചാണ്. The term high frequency words refers to words that appear most often in colloquial language, written English, everyday communication, academic communication. High frequency word. എന്താ ഹൈ ഫ്രീക്വൻസി വേർഡ് എന്നതാ? ആൻഡ്, ബട്ട്, ഇതിന് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് വരാം. ഇത് എവിടെയാണ് നമുക്ക് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്? refers to words that appear most often in. നമ്മൾ കാര്യമായിട്ട് വരുന്ന സ്ഥലം എവിടെയാ? കൊളോക്കിയൽ ലാംഗ്വേജിൽ വരുമോ? അല്ല, റിട്ടൺ ഇംഗ്ലീഷിലാണ് ആ സാധനം. റിട്ടൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിലാണ് എന്ത് ഈ സാധനം കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ, മറന്നു പോകണ്ട. ആണല്ലേ, ആൻഡ്, ദ, ആസ്, ആൻഡ്, ഇറ്റ്. ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആർ quite simply those words which occur most frequently in written material. Schema theory is a process where learners draw from their own dash to understand learning. Schema theory എന്താ? ഇക്വിലിബ്രിയം. വേറെ രണ്ട് വേർഡും കൊണ്ടല്ലോ. എന്തായിരുന്നു സ്കീമ എന്ന സാധനം? എന്താ അവിടെ സ്കീമ? എന്താ മക്കളെ സ്കീമ പഠിച്ചില്ലേ? പിയാഷയുടെ സ്കീമ. പിയാഷ സ്കീമിൻ്റെ ആള്. ആ, അതാണ് സ്കീമ. സ്കീമിൻ്റെ ആളാരാ? പിയാഷല്ലേ, ജീൻ പിയാഷെ അല്ലേ? നിലവിൽ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരും ഈ ഗ്രൂപ്പിലില്ലേ? ആരില്ലേ ഈ ഗ്രൂപ്പിൽ? നിലവിൽ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പിലില്ല? ഷംലൊക്കെ ഇപ്പോൾ ബി എഡ് നാളല്ലേ? പിയാഷയുടെ സാധനം സ്കീം കേട്ടോ. സ്കീം എന്ന് പറഞ്ഞാൽ എ സിമ്പിൾ യൂണിറ്റ് ഓഫ് എന്താണ്? പഴ പറഞ്ഞല്ലോ, എന്താണ് സിമ്പിൾ യൂണിറ്റ് ഓഫ്? ഇൻഫർമേഷൻ ആണ് എന്ത് സ്കീമ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ്? ഫ്രം ദെയർ ഓൺ ബാക്ക്ഗ്രൗണ്ട് നോളജ് ടു അണ്ടർസ്റ്റാൻഡ് റീഡിങ്. അടുത്ത ക്വസ്റ്റ്യന്, an online discussion board where learners and teachers can connect can be called. Learners and teachers. The virtual classroom. അടുത്തത്, some theories says that there is a certain time early in the learners called ക്രിട്ടിക്കൽ പീരീഡ്, സൈലൻറ്റ് പീരീഡ്, പ്രിപ്പറേഷൻ ടൈം, ആക്റ്റീവ് ലേണിംഗ് ടൈം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം സാധനം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ചോദിച്ചാൽ ഓരോ ടൈമുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. വാട്ട് ഈസ് സൈലൻറ്റ് പീരീഡ്? എന്താണ് സൈലൻറ്റ് പീരീഡ്? hypothesis is the idea that when a language is learned, there should be a period in which the learner is not expected to actively produce any language. That is called silent period. നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആ കുട്ടി കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടില്ല. അങ്ങനെ പേരാണെന്ത്? സൈലൻറ്റ് പീരീഡ്. Then what's critical period? The critical period hypothesis states that the first few years of life constitute the time during which language develops readily and after which, sometime between the age of 5 and puberty, language acquisition is much more difficult and ultimately less successful. അത് കുട്ടി പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ്. ഇവർ പറഞ്ഞ പ്രകാരം ഒരു 5 മുതൽ പുബേർട്ടി വരെ കുട്ടിക്ക് സംസാരിക്കാനുള്ളൊരു കഴിവ് കുറവായിരിക്കും. കാരണം കുട്ടി സംസാരിക്കുന്ന ഭാഷ പഠിച്ചതിന് സമയമാണ്. ഫുള്ളായിട്ട് എന്ത് ചെയ്യണ്ടല്ല, ഒരു പ്രോപ്പറായിട്ടാണ് പറയണത്. ഒരു പുബേർട്ടി എത്തുന്ന വരെ, പുബേർട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10 or 11 years എത്തുന്ന വരെ കുട്ടികൾ എന്ത് ചെയ്യും? സംസാരിക്കാനുള്ള കഴിവ് വികസിച്ച് വരികയാണ്. ദ നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ലേണിംഗ് എന്താണ്? ആക്റ്റീവ് ലേണിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ ആക്റ്റീവ്ലി ഓർ എക്സ്പീരിയൻഷ്യലി ഇൻവോൾവ്ഡ് ഇൻ ദ ലേണിംഗ് പ്രോസസ്.
അപ്പോൾ ഏതാ some theories says that there is a certain time early in this learners called when language acquisition can fully occur. ഫുള്ളായിട്ട് എപ്പോഴാണ് തീരുന്നത് ആക്റ്റീവ് ലേണിംഗ് ടൈമിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം സൈറ്റ് വൊക്കാബുലറി റെഫേഴ്സ് ടു കോമൺ വേർഡ്സ് ദാറ്റ് ലേണേഴ്സ് ഫസ്റ്റ് സ്പോട്ട് ആൻഡ് റെക്കഗ്നൈസ് വെൻ ഡെവലപ്പിംഗ് ദെയർ സൈറ്റ് വൊക്കാബുലറി refers to common words that learners first spot and recognize when developing their listening skills ആണോ, സ്പീക്കിംഗ് സ്കില്ലാണോ, റീഡിങ് സ്കില്ലാണോ, വൊക്കാബുലറി സ്കില്ലാണോ, ഏതാണ്? ഏത് സ്കില്ലേക്ക് കയറി വരിക? റീഡിങ് സ്കില്ലാണ് വരിക കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ആൻസർ കൊടുത്തു, റീഡിങ് സ്കില്ലാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യന് which of the following would be more suitable for an interactive writing activity in classroom? Interactive writing activity ആണ് കേട്ടോ. Writing a paragraph, writing a report, writing a diary, writing a chain story. Writing a chain story ആണ് കേട്ടോ. ചെയിൻ സ്റ്റോറി എന്താ? ഒരു സ്റ്റോറി ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ സ്റ്റോറിയാണ് റൈറ്റ് എ ചെയിൻ സ്റ്റോറി. അടുത്തത് what do you call to an activity in which everyone can share their thoughts and ideas on a topic or a classroom? Drills, brainstorming, role plays, close test. എല്ലാവർക്കും അവരുടെ എല്ലാ ആശയങ്ങളും പറയാനൊരു ഒരു 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 ഇതുണ്ടാവും സെഷൻ. അതിൻ്റെ പേരെന്താ? ഡ്രിൽസ് ആണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, റോൾ പ്ലേസ് ആണോ, ക്ലോസ് ടെസ്റ്റ് ആണോ? എന്തായാലും സി യും ഡി അല്ല, എ ഓർ ബി ആണ്. ഡ്രിൽസോ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഡ്രിൽസും അല്ല, ഏതാണ്? ബ്രെയിൻ സ്റ്റോമിംഗ്. റോൾ പ്ലേ എന്താണ്? റോൾ പ്ലേ. Role play exercise gives students the opportunity to assume the role of a person or act out of a given situation. These roles can be performed by individual students in pairs or in groups which can play out a more complex scenario. നമ്മൾ ഓരോ കുട്ടിക്ക് ഓരോ ഇത് റോളുകൾ കൊടുക്കും, അത് പ്ലേ ചെയ്യും. ആ റോൾ പ്ലേ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡ്രിൽസ് എന്താണ്? ലാംഗ്വേജ് ഡ്രിൽസ് ആർ എ വേ ഓഫ് മെമ്മറൈസിങ് എ ചങ്ക് ഓഫ് ലാംഗ്വേജ് ബൈ റിപ്പീറ്റിംഗ് ഇറ്റ്. ആ ലാംഗ്വേജ് ഡ്രിൽസ് നമ്മൾ കുറച്ച് ലാംഗ്വേജ് ഒരു സംഭവം കൊടുക്കും, ആ കുട്ടികൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ റിപ്പീറ്റ്. അതിൻ്റെ പേരാണ് ലാംഗ്വേജ് ഡ്രിൽസ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണ്? ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ദ സ്പോണ്ടേനിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ് ഫ്രം ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ഓർ ദ മുള്ളിങ് ഓവർ ഓഫ് ഐഡിയാസ് ബൈ വൺ ഓർ മോർ ഇൻഡിവിജ്വൽസ്. ഇവർക്ക് ഇതെന്തുണ്ടാവും? എല്ലാവർക്കും ഒരു ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഒരു ഗ്രൂപ്പാണ് എന്ത്? ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സാധനം. അടുത്ത ക്വസ്റ്റ്യന് uncommon words and expressions used in a particular profession or academic field can be called. Uncommon words and expressions used in a particular profession or academic field can be called. ഞാൻ പറഞ്ഞത് രജിസ്റ്റർ ഞാൻ പറഞ്ഞത് നമ്മളുണ്ടാ. രജിസ്റ്ററിൻ്റെ വേറെ പേരുണ്ട്, ജാർഗൺ കേട്ടോ. രജിസ്റ്റർ ഓർ ജാർഗൺ. Special words or expressions used by profession or group that are difficult for others to understand, like register. ഉണ്ടോ? രജിസ്റ്റർ പോലെ സാധനമാണ് എന്ത്? വേറെ സാധനമാണ് ജാർഗൺ. മറന്നു പോകണം കേട്ടോ. ലാംഗ്വേജ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസസ് ലൈക്ക് മേക്കിംഗ് സജഷൻസ്, ഗിവിംഗ് ഡയറക്ഷൻസ് ക്യാൻ ബി കോൾഡ്. നമ്മൾ സജഷൻസ് ഉണ്ടാക്കുക, അതുപോലെ ഡയറക്ഷൻസ് കൊടുക്കാനുള്ള ലാംഗ്വേജ് പ്രോജക്റ്റ് ലാംഗ്വേജ് ആണോ, ഫംഗ്ഷൻ ലാംഗ്വേജ് ആണോ, അക്കാദമിക് ലാംഗ്വേജ് ആണോ, ക്ലാസ് റൂം ലാംഗ്വേജ് ആണോ? ഏതാ? ഫംഗ്ഷണൽ ലാംഗ്വേജ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ if learners are assigning marks or providing feedback to other learners they are engaged in, remember Peer evaluation. Very good. Most audio lingual materials are designed to help learners develop their audio lingual. അത് ഓർത്ത് വെക്കണം. Listening and speaking. ഓഡിയോ എന്താ? ലിസൺ ചെയ്യുക. ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. The study of rules related to proper sentence formation is called syntax. Next one, which is often described as language used to talk about language. രണ്ട് ദിവസം മുന്നേ പറഞ്ഞു നോക്കിയാൽ ഓർമ്മ ഉണ്ടോ? ഏതോ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യന് പറയേണ്ട ആവശ്യമില്ല. Teacher uses only English, but students can use English or their first language. The teacher does not correct mistakes when students speak English. Students can start speaking English when they are ready. This is known as task-based learning, grammar translation approach, natural approach, lexical syllabus. ഏതാ? നാച്ചുറൽ അപ്രോച്ച് ആണ് കേട്ടോ. അടുത്തത് ഇപ്പോൾ കുറച്ചൊക്കെ അപ്രോച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. മുന്നോട്ട് സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാത്തത് ആകെ ഒറ്റ സാധനം ഉണ്ടാവുള്ളൂ,
ടാസ്ക് ബേസ്ഡ് അപ്രോച്ചും ലെക്സിക്കൽ അപ്രോച്ചും. ടാസ്ക് ബേസ്ഡ് അപ്രോച്ച് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലെക്സിക്കൽ അപ്രോച്ച് ആണെങ്കിലോ ദിസ് അപ്രോച്ച് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ കോണ്ടെക്സ്റ്റ് വിത്തിൻ ആൻ എംഫസൈസിങ് ഓർ നാച്ചുറൽ ലാംഗ്വേജ് യൂസ്. An example of development disorder is സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്, ഒരു മാറ്റം അതേപോലെ. ഓപ്ഷൻ സി. Autism, autistic spectrum disorders. According to Noam Chomsky, language learning is a process of റൂൾ ഫോർമേഷൻ. According to Noam Chomsky, rule formation. The needs of and interest the students receive priority and the learner's teacher's role is a facilitator in സ്റ്റുഡന്റ് സെന്റേർഡ്. student centered. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സാധനമാണല്ലോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. TPRും PPP TTT SSS പറഞ്ഞതാ പറഞ്ഞിട്ടില്ല. ഓക്കെ. First, the teacher present the present perfect tense. Next, the students try using it in structures exercise. Finally, the students try to have a conversation together using the present perfect. This is known as ഏതാണ്? TPR is a dynamic approach in which students are encouraged. ഒരു മിനിറ്റ്, ആരോ മരിച്ചു. ഓക്കെ. അപ്പോൾ TPR എന്താണ്? TPR is a dynamic approach in which students are encouraged by the teacher to use physical responses. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ് TPR കേട്ടോ. ഓർമ്മണ്ടേ? പഠിച്ച ഓർമ്മ ഉണ്ടോ? TPR ആരുടെ വർക്കാണ്? TPR ആരുടെ കോൺട്രിബ്യൂഷനാണ് TPR? TPR ആരുടെ കോൺട്രിബ്യൂഷനാടോ? ആരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ TPR? മറന്നൂല്ലേ? അപ്പോത്തിന് മറന്നോ? TPR ആരുടെ കോൺട്രിബ്യൂഷനാ? അങ്ങനെയൊക്കെ മറന്നാൽ എങ്ങനെ ശരിയാവല്ലേ? ജെയിംസ് ആഷറാണോ TPR? ആണോ അല്ലേ? യെസ്. Okay. Then PPP എന്താ? PPP stands for presentation, practice and production. It is referred to procedure, model, paradigm or approach to teaching the language components. The product procedure is straightforward. The teacher presents the target language, then students are asked to practice it first in well-controlled activities, then in free activities. Finally, the students will learn that activity. Essence start with the simple stories and is the unique, simple and fun language learning method enjoyed by students of various language levels and social. ഇവിടെ സ്റ്റോറീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ TTT, ടീച്ചർ ടെസ്റ്റ് is an approach to teaching where learners first complete task or activity without help from the teacher. Then based on the problem seen, the teacher plans to present the target language. Then the learners do another task to practice the new language. ആദ്യം കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് കൊടുക്കും. ടെസ്റ്റ് എന്താണ്? ഒരു ടാസ്ക് കൊടുക്കും. ആക്റ്റീവ്ലി എന്തെങ്കിലും വിത്തൗട്ട് ഹെൽപ്പിംഗ് ഫ്രം ടീച്ചർ ഹെൽപ്പ് ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ പിന്നെ അത് ഹെൽപ്പ് ചെയ്യാൻ നോക്കും. പക്ഷേ കുട്ടികളെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ടീച്ചർ പ്ലാൻസ് ഇൻ പ്രസൻറ്റ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ആ ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജ് കുട്ടികൾ അവതരിപ്പിക്കും. ദെൻ ദ ലേണേഴ്സ് ഡു അനദർ ടാസ്ക് ടു പ്രാക്ടീസ് എ ന്യൂ ലാംഗ്വേജ്. ഇപ്പോൾ ആൻസർ വരിക PPP ആൻസർ വരിക കേട്ടോ. PPP എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? PPP രണ്ടാമത്തത്. Proceed straightforward. The teacher present the target language, then students are asked to practice it. Question നോക്ക്. Students try using the structure exercise. Finally, students try to have a conversation together using the present perfect. This is known as. ആദ്യം ടീച്ചർ എന്ത് കൊടുത്തു? സാധനം കൊടുത്തു. നോക്കി. The teacher present the target language. ഇവിടെ എന്താ കൊടുത്തത്? ടീച്ചർ എന്താ കൊടുത്തത്? ടീച്ചർ present the present perfect tense. ആദ്യം ടീച്ചർ പ്രസൻറ്റ് ചെയ്തു, പിന്നെ കുട്ടികൾക്ക് അവസരം കൊടുത്തു, അവസാനം എന്ത് ചെയ്തു? അത് സംഭവം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആൻസർ ഏതായിരുന്നു? PPP കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ഒക്കർ ഇൻ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ? എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ വരുന്ന സാധനം എന്താ? ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്പീച്ച് ആണോ? ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ് ന്യൂ വേർഡ്സ് ആണോ? ഡിഫിക്കൽട്ടി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ് ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? ഇത് വരാ ഓൾ ഓഫ് ദി അബവ്. അടുത്ത ക്വസ്റ്റ്യന്, ഇൻ ദ ഡാഷ് മെത്തേഡ് ലേണേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു വൺ ലേണിംഗ്
item at a time with hopes that mastering each skill will eventually lead to learning a language. ആദ്യം ഒരൊറ്റ സ്കില്ല് ആദ്യം തുടങ്ങുള്ളൂ, ബാക്കിയൊക്കെ പതുക്കെ വരും. ഏതാണ്? ഫങ്ഷണൽ ലാംഗ്വേജ് ആണോ, ഓഡിയോ ലിംഗ്വൽ ആണോ, ഫോം ഫോക്കസ്ഡ് ടാസ്ക് ആണോ, TPR ആണോ? TPR എന്തായാലും അല്ല, ഫങ്ഷണൽ ലാംഗ്വേജും അല്ല, ഫോം ഫോക്കസ്ഡ് ടാസ്ക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഇസ് നെക്സ്റ്റ് എപ്പിസോഡിക് സീരീസ് ഓഫ് സ്പോക്കൺ വേർഡ് ഡിജിറ്റൽ ഓഡിയോ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഓർ സ്ട്രീംഡ്? നമുക്കൊരു ഓഡിയോ എയ്ഡാണ്, പോഡ്കാസ്റ്റ് ആണ് കേട്ടോ. പോഡ്കാസ്റ്റ് ഇതൊക്കെ നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിച്ച് ക്യാൻ ബി കോൾഡ് ആൻ ഒതൻറ്റിക് ടെക്സ്റ്റ്. ഒതൻറ്റിക് ടെക്സ്റ്റ് വിളിക്കുന്ന കോഴ്സ് ബുക്കാണോ, ഗ്രേഡഡ് റീഡർ ആണോ, വർക്ക് ബുക്ക് ആണോ, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണോ? ഒതൻറ്റിക് ടെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the ability to read and speak well and to express oneself without effort is called the ability to read and speak. ഏതാണ്? ഫ്ലുവൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നാളെ നിങ്ങൾക്ക് എന്തല്ല ക്വസ്റ്റ്യൻ PYQ ഡിസ്കഷൻ അല്ല, നമ്മൾ സെഷൻ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നാളെ മിക്കവാറും നിങ്ങൾക്ക് ഫോണറ്റിക്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലിറ്ററേച്ചർ ബാക്കി കുറച്ച് എടുക്കാനുണ്ട്, പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ കുറച്ച് ബാക്കിയുണ്ട്, അതുപോലെ ഐറിഷ് ലിറ്ററേച്ചർ കുറച്ച് ബാക്കിയുണ്ട്, ആഫ്രിക്കൻ കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ആകെ എടുത്ത് ഇന്ത്യ മാത്രമേ അതെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക് യു, സീ യു ടുമോറോ.